ഹലോ ഗൈസ്, ഇലക്ട്രോണിക് സിറ്റിക്കാർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക് സിറ്റിയും ഫെയ്മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ട്രെയിലർ വീഡിയോ ഞാൻ ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ലുലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക വികാരമാണ്. അങ്ങനെ നമ്മളും പോയി ലുലുവിലേക്ക് സാധനം വാങ്ങാൻ കഴിഞ്ഞ മാസം ആദ്യം തന്നെ വണ്ടി എടുത്ത് സാധനങ്ങളുടെ അടുക്കലേക്ക് ഒരു പോക്കാണ്. അതിനുശേഷം സാധനങ്ങളുടെയൊക്കെ റേറ്റ് നോക്കും, എന്നിട്ട് അവിടെ വെച്ച് പിന്നെയും നടക്കും. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, പാത്രങ്ങൾക്കൊക്കെ റേറ്റ് കുറവാണെന്ന്. അങ്ങനെ നേരെ നമ്മൾ എത്തിപ്പെട്ടത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലേക്ക്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ബഹുത്ത് ബടിയ ക്വാളിറ്റി. അങ്ങനെ പിന്നെയും നമ്മൾ പാത്രങ്ങളുടെ അടുക്കലേക്ക് എത്തി. അങ്ങനെ പെട്ടെന്നൊരു സാധനം കണ്ടപ്പോൾ ഞാൻ തലകറങ്ങി വീഴാനായി. എൻ്റെ റൂമിൽ മൊത്തം പാത്രം കൂട്ടിയാൽ പോലും അത്ര റേറ്റ് വരില്ല കേസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്ന മീനുകളുടെ ഏരിയയിലേക്കാണ്. കടലിൽ പോയി ഇത്ര മീനുകളില്ല കാര്യം എനിക്കറിയില്ല കേസ്. ഇവിടുത്തെ മീനിന്റെ ഫ്രഷ് അപാരം തന്നെ. അയിലും മത്തിയും കറ്റിലൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മീറ്റുകളുടെ ഏരിയ എത്തുമ്പോഴത്തേക്ക് മീറ്റുകളൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്, നമ്മൾ പോയി എടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് പച്ചക്കറിയുടെ ഏരിയയിലേക്കാണ് നമ്മൾ നടന്നത്. ഇവിടെ ഇല്ലാത്ത പച്ചക്കറി മണ്ണിലില്ല എന്ന് വേണമെങ്കിൽ പറയാം, അത്രക്കും പച്ചക്കറി കളക്ഷനാണ്. അങ്ങനെ നമ്മളും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി നടക്കൽ തുടർന്നു. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കണ്ണിന് കുളിർമേകുന്ന കാഴ്ച കണ്ടത്. പച്ച, മഞ്ഞ, ചുവപ്പ് ക്യാപ്സിക്കം, അതിൻ്റെ അടുത്ത് കുറച്ച് ഗുണ്ടു പച്ചമുളകും. അതൊക്കെ കണ്ട് നമ്മൾ നേരെ ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലേക്ക് കടന്നു. ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഫ്രഷ് ആണ്. ഈ ഓറഞ്ചൊക്കെ ഇപ്പം മരത്തുനിന്ന് വീണ പോലെയാണ് ഉള്ളത്. നമ്മളെ ചെക്കന് കൺഫ്യൂഷനായി എന്ത് വാങ്ങണം എന്നറിയാണ്ട്. അങ്ങനെ ബാറ്ററിൻ്റെ ഏരിയയിൽ പോയി, അത് കഴിഞ്ഞ് കുക്കീസിൻ്റെ ഏരിയ പോയി, അത് കഴിഞ്ഞ് പാസ്ട്രീസിൻ്റെ ഏരിയ പോയി, അത് കഴിഞ്ഞ് നമ്മൾ ഉപ്പിലിട്ട സാധനങ്ങളുടെ അടുത്ത് പോയി. അതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് ലുലുവിലത്തെ ഉപ്പിലിട്ട സാധനങ്ങൾ. അതൊക്കെ വാങ്ങി നേരെ ഫുഡ് കോർട്ട് പോയി. ഫുഡ് കോർട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിന്, അതുകൊണ്ട് തന്നെ സാധനങ്ങൾ ഏകദേശം തീർന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇല്ലേൽ കുറച്ച് നല്ല സാധനം വാങ്ങി നമുക്ക് ക്യൂ നിൽക്കാൻ പോയി. അങ്ങനെ ക്യൂ നിന്ന് ബില്ലൊക്കെ അടിച്ച് റൂമിലേക്ക് പോയി. അപ്പോൾ ബൈ.